ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അക്ഷയ പോകേണ്ട വളരെയധികം അർജൻറ്റായ കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ പോയപ്പോൾ മീനില്ല അങ്ങോട്ട് നേരം ലീവാണ്. അപ്പോൾ പിന്നെ ഇന്ന് ജുമയാണ്, അതൊക്കെ കൂടാ തുണിയൊക്കെ എടുത്ത് സെറ്റായി സുന്ദരനായിട്ട് നേരെ വിട്ടു ഞങ്ങളെ പരിപാടിക്ക്. അങ്ങനെ നേരെ എൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വന്ന് നേരെ മാത്തോട്ടം അക്ഷയ സെൻറ്ററിൽ പോയപ്പോൾ അവിടുത്തെ അക്ഷയ സെൻറ്റർ മാറ്റി. അത് ഞങ്ങൾ അറിയില്ല കേട്ടോ. അങ്ങനെ നേരെ മാറ്റി സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകുന്നതന്നെയാണ് കേട്ടോ. ഈ പോകുമ്പോഴൊക്കെ ഫുൾ കോൺഫിഡൻറ്റിലാണ് പോയത്. അവിടുന്ന് പിന്നെ ഒന്ന് കൗൺസിലർ കാണണമെന്ന് പറഞ്ഞ് നേരെ കൗൺസിലറെ വിളിച്ചു. കൗൺസിലർ അവിടെ തൊട്ടടുത്ത് തന്നെ നടുവെട്ടിട്ടുണ്ട്. നേരെ പോയി കൗൺസിലറെ കണ്ടു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ അക്ഷയ പോയി. അതോടുകൂടി എല്ലാം തകിടം പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച കാര്യം അത്ര സ്മൂത്തായിട്ടൊന്നും പോയില്ല കേട്ടോ. വളരെയധികം ഊരാക്കുടുക്ക് കൂടി എന്നൊക്കെ പറയാം. നേരെ ടൗണിലേക്ക് വിടേണ്ട അവസ്ഥ വന്നു. പിന്നെ ജുമാക്കൊക്കെ ടൗണിൽ നിന്നും പോയി. പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മണിയായിട്ട് ഞങ്ങൾ പരിപാടികളൊന്നും വിചാരിച്ചത് നടന്നില്ല. പിന്നെ വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് ദൂരത്തുനിന്നും വന്നതുകൊണ്ട് നേരെ അവിടെ പാളയത്തുള്ള റഹ്മത്ത് ഹോട്ടലിൽ കയറി. വിചാരിച്ച് പോയത് പൊറാട്ടയും ബീഫ് കറി അല്ലെ എന്തെങ്കിലും കറിയും സേക ബിരിയാണി വേണം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ റഹ്മത്ത് ഹോട്ടലിലെത്തിയ പാട് ആ ബിരിയാണിൻ്റെ ഒരു മണം, എൻ്റെ പൊന്നേ, എൻ്റെ എല്ലാ പൊറാട്ടൻ്റെ പൂതിയും കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല. സേക എപ്പോൾ പോയാലും ബീഫ് ബിരിയാണി, അപ്പം ഞാനും ബീഫ് ബിരിയാണി. അങ്ങനെ തുടങ്ങി ഫുഡ്. ബീഫ് ബിരിയാണി വാങ്ങിട്ടോ. ആദ്യമായിട്ടാണ് ഈ ബീഫ് ബിരിയാണി വാങ്ങണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി. അങ്ങനെ അതൊക്കെ വിളമ്പി പിന്നെതാ തൈരും ഉള്ളി സാലഡും കുറച്ച് ബിരിയാണി റൈസും ബീഫും ചിക്കൻ 65 ഒക്കെ കുഴച്ചൊരു പിടി പിടിച്ച് മക്കളെ, എൻ്റെ പൊന്നെ, കുറേ കാലത്തിന് ശേഷം റഹ്മത്ത് ഹോട്ടലിൽ നല്ല ബിരിയാണി കിട്ടണേ. അവിടുത്തെ ആ ഒരു ഹൈപ്പൊക്കെ പോയിരുന്നു. പിന്നെ ബിരിയാണി അത്ര ഒരു ടേസ്റ്റൊന്നും തോന്നിയില്ല. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നോക്കിയില്ല. വിശപ്പ് അങ്ങേയറ്റം എത്തി. പിന്നെ ബിരിയാണിയും കൂടി കണ്ടപ്പോൾ വിശപ്പ് കൂടി. പിന്നെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇനിതാ ഈ ഒരു സംഭവം എങ്ങനെ സെറ്റാക്കും. അത് ഡണ്ണായി. ഞങ്ങൾ മെല്ലെ ഇറങ്ങി കൈയൊക്കെ കഴുകി നോക്കുമ്പോൾ അതാ ഈ ഒരു ചില്ലലമാര, അതിൽ നിറച്ച് സ്നാക്സുകൾ. ഇതിലെനിക്ക് കൗതുകം തോന്നിയത് നമ്മുടെ ക്യാരറ്റ് കേക്കാണ് കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നല്ലോ, അത് ആ ക്യാരറ്റ് കേക്കിനോട്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള വയറില്ല കേട്ടോ. പിന്നെ ഒരാൾ വല്ലാത്തൊരാഗ്രഹം പറഞ്ഞിനും ഈ സംഭവം. പിന്നെ പാളയം വൈവരല്ലേ, ഏതായാലും അതും വാങ്ങി, സ്ട്രോബെറിയും വാങ്ങി. പിന്നെ സ്കൂൾ താളിയും അംഗനവാടി താളയൊക്കെ കൂട്ടി നേരെ വിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ടാറ്റ ബൈ ബൈ, സീ യു.